ചവിട്ടാനുള്ളൊരു ആരോഗ്യം തീരല്ല. നമ്മൾ എനർജി ഫുള്ളും കുറഞ്ഞു പോകുന്നത്. വെച്ചൊരു പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. വെച്ചാൽ നമ്മൾ ഇന്നലെ ഇവിടെയാണ്, ഈ റൂമാണ് നമ്മൾ ഇന്നലെ എടുത്തത്. ഇന്നലെ നമ്മൾ റൂം എടുത്ത് ഇന്നലെ നമ്മൾ ടെൻറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നലെ 5 പെട്രോൾ പമ്പിലായിട്ട് നമ്മൾ ചോദിച്ചിട്ടുണ്ട് ടെൻറ്റ് അടിക്കാൻ. ആരും സമ്മതിച്ചില്ല. അപ്പോൾ നമ്മൾ എന്താക്കി, നമ്മൾ നല്ല ടൈമായപ്പോൾ നമ്മൾ ഇവിടെ ഓച്ചേരി പറഞ്ഞ സ്ഥലത്ത് ഒരു അമ്പലത്തിൻ്റെ അവിടെ ആയിട്ട് ഒരു റൂം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ റൂം നമ്മളങ്ങനെ വാങ്ങി. ഇതാണ് നമ്മൾ റൂം വരുന്നത്. പിന്നാണ് നമുക്ക് ടെൻറ്റ് കാര്യങ്ങളൊന്നും ഒന്ന് റെഡിയാക്കി പാക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതാണ് നമ്മൾ റൂം. ഇത് ഇന്നലെ ആലപ്പുഴയിൽ നിന്ന് തന്നൊരു ഏട്ടൻ തന്നതാണ് ഓറഞ്ച്. ഇന്നലെ തിന്നാൻ വിട്ടുപോയി, ഇന്ന് തിന്നണത്. ഇതൊക്കെയാണ് അപ്പോൾ റൂം വരുന്നത്. നമുക്ക് നമ്മളെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ട് നമ്മൾ സൈക്കിൾ കൊണ്ട് സെറ്റ് ചെയ്തിട്ട് വരാം. അതായത് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ആ വലിയ കാണുന്ന ബിൽഡിങ്ങാണ്. അതിൻ്റെ അടുത്ത് തന്നെയാണ് ഇവിടെ അമ്പലം വരുന്നത്. അതിൻ്റെ അടുത്ത് സൈഡിലേക്ക് കുളമൊക്കെ ആയിട്ട്. ഇന്നലെ ഇവിടെ ഡെയിലി പരിപാടി ഉണ്ടാവുമെന്ന് പറഞ്ഞേ. ഞാൻ വെച്ച് എന്തോ വലിയ ഉത്സവമാണ്. അങ്ങനെ ഡെയിലി പരിപാടി ഉണ്ട് ഇവിടെ. നല്ല അടിപൊളിയായിരുന്നു. ഇതാണ് അമ്പലം. അമ്പലം ഇതാ ഭാഗത്താണ്, കുറച്ച് അങ്ങോട്ട്. ക്യാമറയിൽ സൂം ആവില്ല. ഇതാണ് ഓശ്ശേരി ടൗൺ വരുന്നത്. ഞങ്ങളിവിടെ ഫുഡിന് നമ്മൾ കുറേ നേരം നോക്കി. ഇവിടെ ഹോട്ടലൊന്നും അടുത്തില്ല. അപ്പോൾ സാർ ഇന്നലെയൊക്കെ നമുക്ക് റൂം കിട്ടാതൊക്കെ നമ്മളൊരു പെടൽ വെട്ടിക്കണം. നമ്മൾ 5 പെട്രോൾ പമ്പായിട്ട് നമ്മൾ ചോദിച്ചു, ആരും സമ്മതിച്ചില്ല. ഫുള്ള് ക്രിസ്മസ് ആയത് കൊണ്ട് ഇവിടുത്തെ മാനേജർമാരൊക്കെ പുറത്ത് പോയി കഴിഞ്ഞു. അതുകൊണ്ട് നമുക്കവിടെ സ്റ്റാഫുകൾ മാത്രമേ ഉള്ളൂ. സ്റ്റാഫുകളടുത്ത് പറഞ്ഞിട്ട് അവർ സ്റ്റാഫുകളുടെ പമ്പ് പോലെ വലിയ ഇത് കണ്ട വർത്തമാനം വരേണ്ടത് പറ്റൂല. ഇതുവരെയായിട്ട് അങ്ങനെ ഉണ്ടായില്ല കേട്ടോ. ഈ ഭാഗത്തിപ്പോൾ ഫുള്ളും ഒരു മര്യാദ ഇല്ലാതെ വർത്തമാനം വരണ പോലെ എനിക്ക് തോന്നിയത്. പെട്രോൾ പമ്പത്തവർ കേട്ടോ, ബാക്കിയുള്ളവരൊന്നുമില്ല. പെട്രോൾ പമ്പത്തവർ മാത്രം. അങ്ങനെ ആ പമ്പൊന്നും കിട്ടാൻ ലാസ്റ്റ് ആ ഓശ്ശേരി അമ്പലത്തിൻ്റെ അവിടെയാണ് നമ്മൾ റൂം എടുത്തത്. 500 രൂപ റൂമിന്. അങ്ങനെ നമ്മളവിടെ പൈസ കൊടുത്ത് റൂമൊക്കെ എടുത്ത്. ടെൻ്റ് അടിക്കാൻ മാത്രമൊന്നും നമുക്ക് പറ്റില്ല. പമ്പിൽ മൊബൈൽ ചാർജ് ആക്കാൻ പോലും വിടാൻ സമ്മതിക്കണ്ടായിരുന്നില്ല അവർ. ഒരു പമ്പിൽ അങ്ങനത്തെ ആൾക്കാരാ. വെച്ചാൽ നമുക്കിനി കൊല്ലത്തേക്ക് 28 കിലോമീറ്റർ ഉള്ളൂ. പക്ഷെ നമുക്ക് രാവിലെ തന്നെ ചവിട്ടാൻ പറ്റില്ല. നല്ല ക്ഷീണമുണ്ട്, വെയ്യ. എന്നത്തെ പോലെ ഇന്ന് ചവിട്ടാൻ പറ്റില്ല. ആകെ 28 കിലോമീറ്റർ ഉള്ളൂ കൊല്ലത്തേക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചവിട്ടും. അത് നമുക്കിന്ന് തീരെ പറ്റില്ല. ഇവിടെ നമ്മളിന്ന് രാവിലെ കടി നിന്നിട്ടില്ല. ഹോട്ടലാണെങ്കിൽ ഹോട്ടലൊന്നും ഇവിടെ കാണുന്നില്ല. അതൊരു പ്രശ്നം. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഹോട്ടൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ശരി, നമുക്ക് ഇവിടുന്ന് കടിങ്ങാം. അപ്പോൾ വെച്ചാൽ നമ്മൾ കടിയൊക്കെ തിന്നിട്ട് നമുക്ക് ചവിട്ടാനുള്ളൊരു ആരോഗ്യം തീരല്ല. നമ്മൾ എനർജി ഫുള്ളും കുറഞ്ഞു പോകുന്നത്. നമ്മൾ കടി തന്നെ വരെ നോക്കിയപ്പോൾ കടി ഇന്നാ റെഡിയാവുമെന്ന് വിചാരിച്ചത്. ഇത് കടി നിര നമുക്ക് ചവിട്ടാനും പറ്റില്ല. നല്ല ക്ഷീണമുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഹോട്ടലിൽ അവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടോട്ട് വന്നിട്ട് ഒരു തണലിട്ടപ്പോൾ അവിടെ നിന്നിക്കാണ്. ഇങ്ങനെ കൊല്ലത്തൊരു സ്റ്റേ നോക്കാനൊന്ന് ഏൽപ്പിച്ചിട്ടുണ്ട് ഏട്ടനടുത്ത്. അപ്പോൾ ആക്കി തരും തോന്നുന്നത്. ചിലപ്പോൾ കൊല്ലത്ത് സ്റ്റേ ആയിരിക്കും. നോക്കി നോക്കാം, തീരെ പറ്റില്ല. അപ്പോൾ വെച്ചാൽ നമുക്കങ്ങനെ കൊല്ലത്ത് നമുക്ക് സ്റ്റേ സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ആ റൂമിക്ക് ആ വീട്ടിലേക്ക് നമുക്ക് 25 കിലോമീറ്റർ ഉണ്ട്. കൊല്ലത്തേക്ക് ആകെ 18 കിലോമീറ്റർ ഉള്ളൂ. അവിടുന്ന് കുറച്ച് പോകണം. മൊത്തം 25 കിലോമീറ്റർ ഉണ്ട്. ചവിട്ടാൻ തീരെ പറ്റില്ല. മെഡിക്കൽ ഷോപ്പ് പോയിട്ട് ORS വാങ്ങണം. കുടിച്ചിട്ട് ചവിട്ടണേന്.
അപ്പോൾ വെച്ചാൽ ഇപ്പോൾ നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ORS വാങ്ങിയിട്ടുണ്ട്. അത് വാങ്ങിയിട്ട് കുപ്പിയിലാക്കി ഒന്ന് കുടിച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്കൊന്ന് കുറച്ച് ചവിട്ടാൻ പറ്റുന്നത്. കുറച്ച് ചവിട്ടാനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ ബീച്ച് സൈഡാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് ബീച്ചാണ്. അപ്പോൾ തീരദേശ ഹൈവേ ആണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല വെയിലുണ്ട്. ആലപ്പുഴ ടു കൊല്ല റോഡ് വരുന്നത് ഈ ബീച്ച് സൈഡായതുകൊണ്ട് നല്ല ചൂടുള്ള ഭാഗമാണ്. ഒടുക്കത്തെ വെയില്. കാറ്റടിച്ചിട്ട് വണ്ടി നീങ്ങണേ ഇല്ല. പക്ഷേരപ്പം നമുക്ക് തീരെ ചവിട്ടാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളിവിടെ ഒരു റൂം സെറ്റായിട്ട് അങ്ങോട്ട് നമ്മൾ പോവാണ്. നമ്മളിപ്പോൾ കൊല്ലം അങ്ങനെ എത്തിയിരിക്കുകയാണ്. കൊല്ലം ടൗണിൽ നിന്നൊക്കെ മാറി വേറൊരു സ്ഥലത്താണ് വീടുള്ളത്. അവിടെ പോവാണ്. അപ്പോൾ വെച്ചാൽ നമുക്കിന്ന് വയ്യാത്തത് കൊണ്ട് നമുക്ക് അധികം വീഡിയോസോ കാര്യങ്ങളോ നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പം നാളെ നമ്മൾ തിരുവനന്തപുരം പോകുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.